ജനാധിപത്യ വ്യവസ്ഥയിൽ സിവിൽ സൊസൈറ്റി പൊളിറ്റിക്സിന്റെ സാധ്യതകളെക്കുറിച്ച് കഴിഞ്ഞ 50 വർഷക്കാലമായി സിവിൽ സൊസൈറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് ജോൺ ജോസഫുമായി കേരള സിവിൽ സൊസൈറ്റി മൂവ്മെന്റ് കോർഡിനേറ്റർ കബീർ ഷാ നടത്തുന്ന അഭിമുഖ സംവാദം. അടിയന്തരാവസ്ഥയാണല്ലോ സാറിന്റെ ഒരു പൊതുപ്രവർത്തനത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സ്റ്റാർട്ടിങ് പൊതുവില് സമൂഹത്തിൽ അങ്ങനെ അറിയുന്നത് സാറ് അടിയന്തരാവസ്ഥയുടെ. അപ്പൊ അത് ആ സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കെടുത്തിരുന്നു. KSU പ്രവർത്തകനായിട്ടാണ് തുടക്കം. ആ കാലഘട്ടത്തിൽ, അതായത് 1970-കളിൽ, 70 എന്ന് പറയുമ്പോൾ 70 ആരംഭം. അതെ, കോൺഗ്രസിനുള്ളിൽ ഒരു ആശയപരമായ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം MA ജോൺ എന്ന് പറയുന്ന അന്ന് അറിയപ്പെട്ടിരുന്ന കോൺഗ്രസ് നേതാവ് സ്വീകരിച്ചിരുന്നു. കോൺഗ്രസിനുള്ളിൽ പുരോഗമനപരമായ നിലപാടുകൾക്ക് വേണ്ടത്ര മുൻകൈ കിട്ടാത്തൊരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പുരോഗമനപരമായ നിലപാടുകൾ കോൺഗ്രസ് സ്വീകരിക്കണം എന്ന ആവശ്യം ഉന്നയിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതൃത്വവും യൂത്ത് കോൺഗ്രസിന് ആ കാലഘട്ടത്തിൽ നേതൃത്വം നൽകിയിരുന്ന MA ജോണും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അത് മൂർച്ഛിച്ച അവസാനം ജോണിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസ് പരിവർത്തനവാദികൾ എന്ന ഒരു വിഭാഗം ആ സമയത്ത് കേരളത്തിലെ കോൺഗ്രസിലുണ്ടായി. ആ കാലഘട്ടത്തിലാണ് കേന്ദ്രത്തിൽ യങ് ടർക്സ് എന്ന പേരിൽ ചന്ദ്രശേഖർ, മോഹൻ ധാരിയ തുടങ്ങിയ ആളുകൾ നേതൃത്വം നൽകുന്ന ഒരു ഗ്രൂപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പരിവർത്തനവാദികൾ ചന്ദ്രശേഖർ നേതൃത്വം നൽകിയ ആ യങ് ടർക്സുമായി ബന്ധപ്പെട്ട് ആ തരത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് 1975 ഇന്ദിരാഗാന്ധി ജൂൺ 25 വൈകിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഞാനിപ്പോൾ ലോ കോളേജിലെ ഫസ്റ്റ് ഇയർ പഠനം പൂർത്തിയാക്കിയ സമയമായിരുന്നു. അപ്പം കേരളത്തില് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പരസ്യമായി നിലപാടെടുത്ത് പ്രതികരിക്കാൻ ആരംഭിച്ചത് ഈ കോൺഗ്രസ് പരിവർത്തനവാദികൾ എന്ന വിഭാഗമായിരുന്നു. അപ്പം ഞാനന്ന് എൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ആദ്യം, പിന്നീട് സംസ്ഥാന പ്രസിഡന്റായി. ജൂൺ 26 രാവിലെ ഉള്ള പത്രങ്ങളിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന വാർത്ത വരുന്നത്. 27 വൈകിട്ട് തന്നെ ഞങ്ങളന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം എറണാകുളത്ത് ബോഡ്ജറ്റിയിലുള്ള PNT ആയിരുന്നു, ടെലിഫോൺ ഓഫീസ്. അപ്പം അതിൻ്റെ മുൻപിൽ തടിച്ചുകൂടി ഒരു പ്രകടനം നടത്തുകയും അടിയന്തരാവസ്ഥയ്ക്കെതിരെയും ഇന്ദിരാഗാന്ധിക്കെതിരെയും മുദ്രാവാക്യം മുഴക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നിട്ട് 28 മുതൽ കേരളത്തിലൊട്ടാകെ ഞങ്ങളന്ന് ഞങ്ങളുടെ പ്രചരണത്തിൽ ഉപയോഗിച്ചിരുന്ന ഏറ്റവും സാർവത്രികമായ മാർഗം ചുവരെഴുത്തും പോസ്റ്ററിങ്ങുമായിരുന്നു. അപ്പം അടിയന്തരാവസ്ഥയ്ക്കെതിരെ ചുവരെഴുത്തും പോസ്റ്ററിങ്ങും നടത്താൻ ഞങ്ങൾ പാർട്ടിപരമായി തീരുമാനിച്ചു. അങ്ങനെ 28 ഞാനും എൻ്റെ കൂടെ വേറെ 2 ചെറുപ്പക്കാരും ചേർന്നിട്ട് എറണാകുളത്തെ ഷെണൈസ് തിയേറ്ററിന്റെ സമീപത്ത് പോസ്റ്റർ ഒട്ടിക്കുന്ന സമയത്ത് രാത്രി 2 മണിക്ക് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അത് ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് പ്രകാരം കേസ് ചാർജ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ആ തവണ ഞങ്ങൾ 133 ദിവസം ജയിലിൽ കിടന്നു. 130-ാമത്തെ ദിവസം കിടന്ന അത്രയും കാലം ശിക്ഷയായി പരിഗണിച്ച് ഞങ്ങളെ ശിക്ഷയിൽ നിന്ന് മുക്തരാക്കുകയും ചെയ്തു. അന്ന് ഹൃദയത്തിൽ തീ പാറുന്ന കാലമായിരുന്നു. അപ്പം അതുകൊണ്ട് ജയിലിലിറങ്ങി അടുത്ത 2 ആഴ്ചക്കകം ഞാൻ എൻ്റെ നാട് പാലാ ഉഴവൂരാണ്. പാലാ നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ വീണ്ടും ഒരു പൊതു സമ്മേളനം ഹാളിൽ ഏർപ്പാടാക്കി. അപ്പം എന്താ സമ്മേളനം നടക്കുന്ന സമയത്ത് ഹാളിന് പുറത്ത് ഒരു വാൻ പോലീസും ഹാളിനുള്ളിൽ SP ഓഫീസിൽ നിന്ന് വന്ന 2 ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് തയ്യാറാക്കാനും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിലും 72 സാധാരണക്കാരായ ആളുകൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് സമ്മേളനം വിജയകരമായി നടന്നു. അപ്പം അതിൻ്റെ പേരിൽ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പോലീസ് വന്ന് വീട്ടിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി.
അത്തവണയും ഏതാണ്ട് 3 മാസത്തിലധികം പാലാ സബ് ജയിലിൽ കിടന്നു. അങ്ങനെ എറണാകുളം സബ് ജയിലിലും പാലാ സബ് ജയിലിലുമായിട്ട് ഏകദേശം 8 മാസത്തോളം ജയിൽവാസം. കൂട്ടുപ്രതികളൊക്കെ ആരൊക്കെയായിരുന്നു അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്? എറണാകുളത്തെ കാര്യത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ജോൺസൺ എന്ന് പറഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥിയായിരുന്ന ഒരാളാണ്. ഇവിടെ പച്ചാളം ഭാഗത്താണ് അയാൾ താമസിച്ചിരുന്നത്. അയാൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നില്ല. അതുപോലെ തന്നെ ആലുവ ഭാഗത്തു നിന്നുള്ള ഒരാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ അടിയന്തരാവസ്ഥ കാലം തന്നെ കണക്കിലെടുത്താൽ കഴിഞ്ഞ 50 വർഷക്കാലത്ത് ഒരു പൊതുപ്രവർത്തനത്തിന് സുദീർഘമായ ഒരു പ്രവർത്തന അനുഭവം ഉണ്ട്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു സിവിൽ സൊസൈറ്റി രാഷ്ട്രീയത്തിന്റെ സാധ്യതകളെ ഒന്ന് വിലയിരുത്താമോ? ഞാൻ യഥാർത്ഥത്തിൽ 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പുണ്ടായത്. മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി ജനതാ ഗവൺമെന്റ് രൂപീകരിച്ചത്. 2 വർഷം കഴിഞ്ഞപ്പോൾ ചരൺ സിംഗ് പ്രധാനമന്ത്രിയാവാനുള്ള ഒരു മോഹത്തിൻ്റെ ഭാഗമായിട്ട് മൊറാർജി ദേശായി ഗവൺമെന്റിനെ താഴെ വീഴിക്കുന്ന അനുഭവം ഉണ്ടായി. ആ സന്ദർഭത്തിൽ ഞാൻ കക്ഷിരാഷ്ട്രീയ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചുകൊണ്ട് മറ്റ് സാമൂഹ്യ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പം അന്ന് ഈ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം തുടങ്ങി വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പം ഞാൻ അതേക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചിട്ട് കേരളത്തിൽ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രവർത്തന പദ്ധതി ഞാൻ ആരംഭിക്കുകയും ഒരു 10-15 വർഷത്തോളം അതിൽ തന്നെ തുടർച്ചയായി പ്രവർത്തിക്കുകയും ചെയ്യും. ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമമോ കോടതികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള അവയർനെസ്സും ഉണ്ടായിരുന്നില്ല. പിന്നീട് ദേശീയ തലത്തിൽ ആ പ്രവർത്തനം ശക്തിപ്പെടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് 86 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉണ്ടായത്. സിവിൽ സൊസൈറ്റിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്നോളമുള്ള ചരിത്രം പരിശോധിച്ചാൽ പ്രോഗ്രസീവായിട്ടുള്ള പുതിയ നിയമങ്ങൾ പാർലമെന്റിൽ പാസ്സാക്കപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ പുരോഗമനപരമായ പല നടപടികൾ ഗവൺമെന്റുകളെ കൊണ്ട് സ്വീകരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളതും ഈ സന്നദ്ധ പ്രവർത്തകർ, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ അവരാണ് രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് അവകാശപ്പെടാറുണ്ടെങ്കിലും നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ മാറ്റങ്ങൾക്ക് ഉള്ള പശ്ചാത്തലം ഒരുക്കുന്നത് ഈ സന്നദ്ധ സംഘടനകളും സന്നദ്ധ പ്രവർത്തകരുമാണ്. അവർ പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിനെ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാർലമെന്റ് നിയമങ്ങൾ പാസ്സാക്കുകയോ അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത്. ആ നിലയ്ക്ക് ലോകത്തിലെല്ലായിടത്തും നമ്മൾ പരിശോധിച്ചാൽ കക്ഷിരാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ മാറ്റങ്ങൾക്ക് ഹേതുവാകുന്നത് സിവിൽ സൊസൈറ്റി പ്രവർത്തനങ്ങളാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഇന്ത്യയുടെ ഭരണഘടനാ ജനാധിപത്യത്തില് ഈ സിവിൽ സൊസൈറ്റിക്ക് എങ്ങനെയൊക്കെ ഇടപെടാം, എങ്ങനെയാണ് ഒരു പങ്കാളിത്തം വഹിക്കാൻ കഴിയും? ഞാൻ ഉദ്ദേശിച്ചത് രാജ്യസഭ പോലുള്ള സംവിധാനത്തിനകത്ത് സിവിൽ സൊസൈറ്റി പോലുള്ള സംഘടനകളുടെ പ്രാതിനിധ്യമൊക്കെ ഉണ്ടാകേണ്ടതല്ലേ എന്നതാണ് ആ ചോദ്യത്തിന്റെ. ഭരണഘടനയില് ജനാധിപത്യ സമ്പ്രദായത്തിൽ ജനകീയ ഇടപെടലുകൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അടിവരയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ രാജ്യസഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പല മേഖലകളിൽ നല്ല സേവനം നൽകുന്നവരോ വലിയ സംഭാവനകൾ നൽകുന്നവരോ ആയ ആളുകൾക്ക് രാജ്യസഭയിൽ അംഗത്വം നൽകുന്നതിനുള്ള ഒരു വ്യവസ്ഥയും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനേക്കാൾ കൂടുതൽ അംഗീകാരം സിവിൽ സൊസൈറ്റികൾക്ക്, സിവിൽ സൊസൈറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അതിന് നിയമപരമായ വലിയ അടിത്തറ നൽകിയിട്ടുള്ള ഒന്നാണ് നമ്മളുടെ പഞ്ചായത്ത് രാജ് നിയമവും, കേരളത്തിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി നിയമവും. അവിടെ പഞ്ചായത്തുകൾക്ക് പഞ്ചായത്ത് രാജ് നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഓരോ വാർഡിലും സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ സഹകരിപ്പിച്ചുകൊണ്ട് ഗ്രാമസഭയെ ശക്തിപ്പെടുത്തണമെന്നും അടിസ്ഥാനതല ജനാധിപത്യം ശക്തിപ്പെടുത്തണമെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൃത്യമായി പരിശോധിച്ചാൽ
നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ജനാധിപത്യത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും വിളനിലമാണ് ഗ്രാമസഭ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു വാർഡിലെ മുഴുവൻ വോട്ടർമാരും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. അവർക്കൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവർക്കൊക്കെ ഓരോ വോട്ടിനുള്ള അവകാശവുമാണുള്ളത്. അപ്പോൾ അവിടെ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ല. ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിൽ പെട്ടത് എന്ന വ്യത്യാസം ഇല്ല. എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ജനാധിപത്യത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും വിളനിലമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ ഗ്രാമസഭ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഒരു സിവിൽ സൊസൈറ്റിയായി രൂപപ്പെടേണ്ടത് കേരളമാണ്. കേരളത്തിൽ രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടെന്ന് പറയുന്നുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നിയമബോധമുണ്ട്. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു സ്വതന്ത്ര പൗരസമൂഹം രൂപപ്പെട്ടു വരുന്നില്ല. എന്താണ് അതിൻ്റെ ഒരു കാരണം? നമ്മൾ ആധുനിക രാഷ്ട്രീയ കാലഘട്ടത്തെ മാത്രം വിലയിരുത്തുന്നതുകൊണ്ടാണ് അത്തരൊരു കൺക്ലൂഷനിൽ വരുന്നത്. നേരെ മറിച്ച് ഈ ആധുനിക രാഷ്ട്രീയ കാലഘട്ടത്തിന് മുമ്പുള്ള കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ, നമ്മൾ നവോത്ഥാനം എന്നൊക്കെ പറയുന്നുണ്ട്. ആ നവോത്ഥാനത്തിനൊക്കെ ഇട വരുത്തിയിട്ടുള്ളത് കക്ഷിരാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമല്ല, അല്ലാതുള്ള മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. പിന്നീട് ഈ കക്ഷിരാഷ്ട്രീയവും അധികാരവും തമ്മിലുള്ള കൂട്ടുകെട്ട് വളരെ ദൃഢമായതുകൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചും ആളുകൾ അധികാരത്തെ ആരാധിക്കുന്നവരാണ്. അപ്പോൾ അധികാരത്തോടുള്ള മോഹവും അഭിനിവേശവുമാണ് കേരളത്തിലെ ആളുകളെ കക്ഷിരാഷ്ട്രീയത്തിലേക്ക് അടുപ്പിച്ചു നിർത്തുന്നത്. കുറെ കൂടി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് കേരളീയർ എത്തിയാൽ കക്ഷിരാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം കുറയുകയും അല്ലാതുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രസക്തി ഉണ്ടാവുകയും ചെയ്യും. ഒരു പരിധിവരെ കേരളത്തിൽ കക്ഷിരാഷ്ട്രീയത്തിന് ഇത്രമേൽ ആധിപത്യ സ്വഭാവം നൽകിയിട്ടുള്ളത് നമ്മുടെ മാധ്യമങ്ങളാണ്. നിങ്ങൾ നോക്കൂ, തെരഞ്ഞെടുപ്പ് കാലത്ത് എത്ര സമുന്നതനായ ഒരാൾ സ്വതന്ത്രനായി മത്സരിച്ചാലും മാധ്യമങ്ങൾ അയാളെ അവഗണിക്കും. നിങ്ങൾ ചാനലുകളിലെ നിത്യ ചർച്ചകൾ നോക്കിക്കോളൂ. വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ വിഷയങ്ങൾ നിൽക്കുമ്പോഴും അവിടെ ചർച്ച ചെയ്യുന്നത് ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഈ രാഷ്ട്രീയ വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മാധ്യമങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കൂടി നമുക്ക് സിവിൽ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കഴിഞ്ഞാൽ മാത്രമേ സിവിൽ സൊസൈറ്റിയുടെ പ്രാധാന്യം കൂടുതൽ അംഗീകരിക്കപ്പെടുകയുള്ളൂ. കേരളത്തിലിപ്പോൾ വിവിധ രംഗത്ത് ഈ സിവിൽ സൊസൈറ്റി മൂവ്മെന്റിന്റെ സ്വഭാവത്തിൽ, സിവിൽ സൊസൈറ്റി പൊളിറ്റിക്സിന്റെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന അനേകം ഗ്രൂപ്പുകളും വ്യക്തികളുമുണ്ട്. അത്തരത്തിലൊരു കോർഡിനേഷന് വേണ്ടിയിട്ട് താങ്കളുടെ ശ്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ? അങ്ങനെ അതിന് കഴിയുമോ എന്നുള്ളതാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും ഈ സിവിൽ സമൂഹങ്ങൾ യോജിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്ന ഒരു കാലമാണ്. നിങ്ങൾ AI എടുത്ത് ChatGPT അടിച്ചു നോക്കിയാൽ അടുത്ത 5 വർഷം RSSും BJPയും ഇന്ത്യയിൽ എന്തൊക്കെ കൈവരിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് എന്ന് ChatGPTയോട് ചോദിച്ചാൽ ChatGPT കൃത്യമായ ഉത്തരങ്ങൾ തരും. അത് ഓരോ വർഷവും അവർ കൈവരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പെർസെൻറ്റേജ് കൂടി വ്യക്തമാക്കിക്കൊണ്ട് ChatGPT തരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധാപൂർവം നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ 29 തെരഞ്ഞെടുപ്പിൽ വീണ്ടും BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു സെക്യുലർ സമൂഹം പിന്നെ നിലനിൽക്കുകയില്ല. ജനാധിപത്യം നാമമാത്രമായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഔപചാരിക ജനാധിപത്യം ഭരണഘടന ഉള്ളത് കൊണ്ടും കോടതികൾക്ക് മുഴുവൻ കീഴടങ്ങി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടും ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നിലനിൽക്കും എന്നതിനപ്പുറം അർത്ഥവത്തായി ജനാധിപത്യമോ മതേതരത്വമോ ഇന്ത്യയിൽ നിലനിൽക്കില്ല. അപ്പോൾ അതിനെ ഒഴിവാക്കണമെങ്കിൽ അടിയന്തരാവസ്ഥക്കാലത്ത് JPക്ക് എങ്ങനെ അത് സാധ്യമായോ അത്തരത്തിൽ BJP അല്ലാതുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുകയും സഹായകമാവുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തന പദ്ധതി സിവിൽ സമൂഹം കൂടി ഏറ്റെടുത്താൽ മാത്രമേ ആ അപകടം ഒഴിവാക്കാൻ സാധിക്കുള്ളൂ. അപ്പം അത് മുന്നിൽ കണ്ടുകൊണ്ട് സിവിൽ സൊസൈറ്റികളെ ഏകോപിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാവേണ്ടതാണ്.
ഒരുപക്ഷെ JP ഇല്ല, അതുകൊണ്ട് പിൻവാങ്ങേണ്ട കാര്യമില്ല. മഹാനായ ഒരു JPക്ക് പകരം അത്ര മഹത്വമില്ലാത്ത 100 JPമാർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി രൂപപ്പെട്ടു വരികയും അവർ ഐക്യത്തോടെ പ്രവർത്തിക്കാൻ തയ്യാറാവുകയും ചെയ്താൽ JP മൂവ്മെന്റിന്റെ അതേ ഫലം തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് വരാം. അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ട്. പല ആളുകളുമായിട്ട് അത് ആശയവിനിമയം നടത്താറുണ്ട്. അതിനൊരു തുടക്കം കുറിക്കണം എന്ന ഉദ്ദേശത്തിൽ ഈ വരുന്ന ജൂൺ മാസത്തിൽ കേരളത്തിൽ കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടയിൽ ദേശീയ തലത്തിലുള്ള ഒരു 4 ശില്പശാലകൾ 4 വിഷയങ്ങളെ മുൻനിർത്തി നടത്തുന്നുണ്ട്. അപ്പോൾ ആ ശില്പശാലകൾ 3-4 മേഖലകളിൽ നടത്തിക്കൊണ്ട് ഒരു ഇന്റലിജൻഷ്യ എന്ന് പറയുന്ന ആളുകളെ, ആ കാറ്റഗറിയിൽ വരുന്ന ആളുകളെ ആദ്യം ഒന്ന് ഏകോപിപ്പിച്ചെടുക്കുക. അത് പിന്നീട് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു മൂവ്മെന്റായി, ജനങ്ങളുടെ പങ്കാളിത്തമുള്ള ഒരു മൂവ്മെന്റായി രൂപപ്പെടുത്താൻ ശ്രമിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ഒരു ശ്രമത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഇന്നിപ്പോ സാറിപ്പോ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ തുടർഭരണത്തിനെതിരായിട്ടുള്ള ഒരു തുടർഭരണം അല്ല ജനാധിപത്യം എന്നുള്ള നില സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ അധികാരത്തിൽ വരുന്നത് ഇപ്പോ UDF ആണെങ്കിൽ സിവിൽ സൊസൈറ്റി എന്നുള്ള നിലയിലുള്ള ഇടപെടലുകൾ എങ്ങനെയായിരിക്കും? UDFനെ നമ്മൾ LDFന് പകരമുള്ള ഒരു ശക്തിയായി ഭരണത്തിൽ അവരോധിക്കുന്നു എന്നതിനപ്പുറം UDFലും ഒട്ടും പ്രതീക്ഷയും വിശ്വാസവും പുലർത്തേണ്ട കാര്യമില്ല. അധികാരം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം UDFലെ ഘടകകക്ഷികൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളുടെ ഒക്കെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക. അപ്പോൾ UDF ഇവിടെ ജനാധിപത്യം സംരക്ഷിക്കുമെന്നോ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നോ ഓട്ടോമാറ്റിക്കായി അങ്ങനെ സംഭവിക്കും എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ പരാജയപ്പെടുത്തുന്ന നിക്ഷിപ്ത താല്പര്യക്കാർ അവരെക്കാൾ കൂടുതൽ UDFനുണ്ട്. അപ്പോൾ സിവിൽ സമൂഹം ജാഗ്രതയോടെ അധികാര രാഷ്ട്രീയത്തിന് വെളിയിൽ ജാഗ്രതയോടെ നിലനിന്നുകൊണ്ട് സമൃദ്ധ ശക്തിയായി നിൽക്കാൻ സാധിച്ചാൽ മാത്രമേ UDFനെ കൊണ്ടും എന്തെങ്കിലും ചെയ്യിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ.